എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം? നിങ്ങൾ ആൾറെഡി ലേറ്റ് ആണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തൊട്ട് കുറെ ടീച്ചർ വരുന്നതുകൊണ്ട് ടീച്ചറിന് മുമ്പ് നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറണം. പക്ഷെ നിങ്ങളൊന്ന് ഒതുങ്ങി നിന്നിട്ട് പെട്ടെന്ന് ആ ഡോർ ഒന്ന് തുറന്ന് ആ ടീച്ചറെ ഒന്ന് റിസീവ് ചെയ്യും. എന്തായിരിക്കും? എന്തായിരിക്കും? ടീച്ചർക്ക് സന്തോഷമാകുമോ അതോ തിരുത്താൻ ലേറ്റാകുമോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിലോട്ട് മാറ്റാൻ പറ്റും. ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്? അനെ പറയാം, അയ്യോ സോറി ഞാൻ ലേറ്റായി പോയി, ബസ് ലേറ്റായി, അല്ലെങ്കിൽ വെള്ളം കിട്ടിയില്ല. ഒരു അതിന്റെ കണക്ട് ചെയ്ത് 10 വെള്ളം പറയേണ്ടി വരും. അപ്പൊ പല സിറ്റുവേഷനും നമുക്ക് നമ്മുടെ ഫേവറിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഈ മാനരസം കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ എൻവയറൺമെന്റ്. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നിങ്ങളെല്ലാം ഒരു കാന്തമാണ്. പക്ഷെ കാന്തം എങ്ങനെയാണ് കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നത്? ആ ഒരു കാന്തിക വലയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. അത് എന്നും പോയി വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ എവിടാണ് നിങ്ങളുടെ എൻവയറൺമെന്റ്? എന്താണ് നിങ്ങളുടെ ഈ കുട്ടി, പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ ഫാമിലി, ഈ എൻവയറൺമെന്റ് നമ്മൾ എവിടുന്നാണ് കളക്ട് ചെയ്യുന്നത്? വീടില്ലേ? ഉറപ്പുണ്ട്? എല്ലാവർക്കും ഉറപ്പുണ്ടില്ലേ? ഈ എൻവയറൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാണ്. അപ്പൊ വീട്ടിലെ എൻവയറൺമെന്റ് എങ്ങനെയാണ്? അത് പറയാനല്ല, ഒന്ന് ആലോചിച്ചു നോക്കും. നമ്മളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ നിങ്ങൾ ആ ഗസ്റ്റിനെ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്? ആരെങ്കിലും ഡെമോ ചെയ്യും. ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് കയറി വെക്കും. പെട്ടെന്ന് വീട്ടില് മറ്റുള്ളവർക്ക് അറിയത്തില്ല, പക്ഷെ കാരണവർക്ക് എന്നെ അറിയും. അപ്പൊ എങ്ങനെയായിരിക്കും എന്നെ റിസീവ് ചെയ്യുന്നത്? ആരെങ്കിലും ഒന്ന് ഡെമോ ചെയ്യും. ഇനി വോളണ്ടിയേഴ്സ്. നമ്മൾ മലയാളികൾ എങ്ങനെയാണ് ആൾക്കാരെ വന്നിരിക്കുന്നത്? നിന്ദിക്കാൻ എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എന്നാണല്ലേ? സമയം വളരെ കുറവാണ്. ഞങ്ങൾക്ക് എന്റെ ആഴ്ച 2 ദിവസം ഇല്ലേ? ഇദ്ദേഹം എപ്പോ എന്നെ കണ്ടാലും കസേര ചെയ്യുന്നേ എന്താ പുള്ളിക്ക് മൂലക്കൊരു പുറപ്പെടുന്നേ. ആരെങ്കിലും വാളണ്ടിയർ എന്താ വിളിക്കുന്നത്? എടാ ഓടാ, നീ ഇങ്ങോട്ട് വാ, നീ അങ്ങോട്ട് പോ, മര്യാദക്കിരി, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മോനെന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട്? മോളെന്ന് വിളിക്കുന്നത്, എടാന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്റെ മക്കളെ എടാന്ന് വിളിച്ചിട്ടില്ല, എടീന്ന് വിളിച്ചിട്ടില്ല. എന്റെ വൈഫിനെ പോലും ഞാൻ എടീന്ന് പേര് വിളിക്കില്ല. എന്താ വിളിച്ചാൽ എനിക്ക് പേടിയുന്നു. എന്റെ മക്കളോ എന്റെ വൈഫോ എന്റെ സഹോദരങ്ങളെ ഞാൻ ഇടാതെ വിളിക്കുള്ളൂ. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. എന്റെ വീട്ടിലെ എന്റെ തറവാട്ടിൽ അങ്ങനെ ആയിരുന്നു ഞാൻ ശീലമില്ല. എന്റെ വീട്ടിലെ ജോലിക്കാരെ ഞാൻ ഇടാൻ പോടാന്ന് വിളിക്കാറില്ല. കാരണം എന്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചതാണ്. ഇതിനകത്ത് സെയിൽസ്മാൻ എത്ര പേരുണ്ട്? ആരെങ്കിലും? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നോ കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ നാളെ അവർ തൊഴിലിന് പോകത്തില്ല. ഇന്ന് പോയി 10 നോ കേട്ട് കഴിയുമ്പോൾ മടുത്ത് ഈ പണി നമുക്ക് പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? പക്ഷെ ആ നോയുടെ കൂട്ടത്തിൽ അവർ എസ്സും കളക്ട് ചെയ്യും. അതാണ് എന്റെ ആ എസ് ആണ് റിവാർഡ് ചെയ്യും. അപ്പൊ നമ്മൾ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ആറ്റിറ്റ്യൂഡ്, റൈറ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ നിങ്ങളുടെ ഒരു മാനറിസം എന്താണ്? ഇപ്പൊ ഒരു ബസ്സിൽ നിങ്ങൾ കയറുന്നു, പെട്ടെന്ന് കയറുന്നു. അത്യാവശ്യം ഒരു 10-70 വയസ്സ് എന്നെ പോലെ പ്രായമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഈ കുട്ടി എഴുന്നേറ്റ് നണ്ടിൽ കൂടി ഇരിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം അങ്ങനല്ല. ആ ബസ്സിനകത്ത് മൊത്തം ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു വൈബ് ഉണ്ടാവും അല്ലേ? ഒരു കുട്ടി അങ്ങനൊരു മാനസികം കാണിക്കുമ്പോൾ ആ ബസ്സിൽ ഒരു 50 പേരുണ്ടെങ്കിൽ അവർക്ക് മൊത്തം ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്.
അപ്പൊ അതാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതെല്ലാം സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അല്ലേ, നിങ്ങൾ ഇച്ചിരി ലേറ്റായി ക്ലാസ്സിലോട്ട് പോകും, പെട്ടെന്ന് നിങ്ങൾ വളരെ സ്പീഡിൽ റഷ് ചെയ്ത് പോവാണ്, കാരണം ലേറ്റായി, ക്ലാസ് തുടങ്ങാൻ സമയമായി, ഡോറ് തൊട്ട് പോയ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, കാരണം ടീച്ചർ വരുന്നതിന് മുമ്പ് എനിക്ക് ക്ലാസ്സിൽ കയറണം. അതിൽ നിന്ന് ഉരുത്തിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്ടർ പ്രീതിക്ക് ഒരു വലിയ ക്ലാസ്, കതിരിന് വളം വെക്കുന്നത്, അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ ഇന്നിവിടെ കൊണ്ടുവരികയും കുട്ടികൾക്ക് വേണ്ട ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് മാനറിസം മാറ്റേഴ്സ്. ആർക്കെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റും, ഒരു കഥ, നിങ്ങളുടെ നല്ല നടപ്പ് കൊണ്ട് നിങ്ങൾക്കുണ്ടായ ഒരു നേട്ടം ആർക്കെങ്കിലും? ഞാനൊരു ചെറിയ കഥ ആദ്യം പറയാം, നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു അനുഭവം ഇവിടെ പറയും. അതായത് ഒരു ചില്ലർ യൂണിറ്റ്, കോൾഡ് സ്റ്റോറേജ്, അവിടെ ഗ്ലാസ് ഫ്രീസറും എല്ലാം ഉള്ള, അവിടെ സ്ഥിരമായി ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ടെക്നീഷ്യൻ എല്ലാ ദിവസവും ഇതിനകത്ത് പോയി എല്ലാം പരിശോധിച്ച് വേണ്ടാത്ത യൂണിറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് അയാൾ രാത്രിയിൽ തിരിച്ചു പോകുമ്പോൾ ഈ വാച്ച്മാൻ്റെ അടുത്ത് ഗുഡ് നൈറ്റ് പറയാതെ ഒരിക്കലും പോയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റായി മാറി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ വാച്ച്മാൻ അവിടെ ഇരുന്നപ്പോൾ ദിലീപ് അവിടെ നിന്ന് ഇതുവരെ പോയില്ലല്ലോ, ടെക്നീഷ്യൻ. അയാൾ വീണ്ടും ചിന്തിച്ചു, അയാൾ പോയെങ്കിൽ എന്നോട് അദ്ദേഹം താങ്ക്യും ഗുഡ് നൈറ്റും പറയാൻ ഒരു ദിവസം അവിടെ പോയി. അപ്പം അയാൾ വീണ്ടും ആലോചിച്ചു, എന്തായിരിക്കും, അയാൾ കയറി പോവുകയും ചെയ്തല്ലോ, തിരിച്ചു പോയെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന് ഗുഡ് നൈറ്റ് പറയാറ്. അപ്പോൾ ഈ വാച്ച്മാൻ ടോർച്ച് എടുത്ത് ഈ കോൾഡ് സ്റ്റോറിനകത്ത് കയറി അവിടെയൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല. അവസാനം ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടത്തി. ഓപ്പൺ ചെയ്തപ്പോൾ ഈ മനുഷ്യനെ അത് ബോധമില്ലാതെ അങ്ങനെ എമർജൻസിയെ വിളിച്ച് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുക. അങ്ങനെ എത്രത്തോളം അനുഭവങ്ങൾ, എത്രത്തോളം ആൾക്കാർക്ക് ജീവൻ തന്നെ രക്ഷപ്പെട്ടു. അതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹം നിത്യേന ചെയ്തുകൊണ്ട് പോയി, അതൊരു ഹാബിറ്റായി മാറി. അങ്ങനെ നമ്മൾ എത്ര പേർക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ട്? നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചാൽ പോലും സോറി പറയാൻ നമുക്ക് മടിയാണ്. നമ്മൾ വലിയ ഈഗോ ചുമന്ന് നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ദോഷമുണ്ടോ? Use polite words and tone with everyone. Listen actively. Give my full attention when someone is speaking. Show respect to parents, elders, teachers, friends, and all people. Help willingly at home, in school, and in the community. Be mindful online. Use social media and message responsibly. Value customs. Appreciate and learn from other cultures. Speak kindly, use polite words and tone with everyone. Listen actively, give your full attention when someone is speaking. Show respect to parents, elders, teachers, friends, and all people. Help willingly at home, in school, and in the community. Be mindful online.
time, use social media messages responsibly, value customs, appreciate and learn from other cultures. ഓക്കെ ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തെന്നും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കിടുക. ഇത് ചെയ്തുകൊണ്ട് ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ use polite words and run with everyone. Listen actively. Give my full attention when something is speaking. When someone is speaking. Show respect to parents, elders, teachers, friends, and all people. Help willingly at home, in the school, and in the community. Be mindful online. Use social media and messages responsibly. Value customs. Appreciate and learn from other cultures. സൂക്ഷിച്ചു വെക്കാം. സൂക്ഷിച്ചു വെക്കണം. പഞ്ച്വാലിറ്റി ഇവിടെ വന്ന് പ്രസന്റ് ചെയ്ത ആൾക്കാർ ആഴ്ചകളോളം വായിച്ചും മനസ്സിലാക്കി മനനം ചെയ്തിട്ടുമാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ സമയം നമ്മൾ കൃത്യമായി ഇവിടെ വന്നില്ലേ. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞത് 10 മണിക്ക് തുടങ്ങി. 5 പേർക്ക് 5 പേർക്ക് ആവശ്യമില്ല. നമ്മൾ ആൾക്കാരെ അടിച്ചിവിടെ കൊണ്ടുവന്ന് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ആവശ്യക്കാർ വരിക. ബി സീരിയസ്. ഐ ഹാവ് നോ ടൈം. അച്ഛനെങ്കിലും കൂടുതൽ പൈസ തരാം. ഇതെല്ലാം അച്ഛനമ്മമാര് ചെയ്തു. പണിയും പൈസ കൊടുക്കുന്നത് അവരുടെ പണിയാണ്. ഇയാളെ അച്ഛൻ എങ്ങനെ എൻകറേജ് ചെയ്യും? എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ അച്ഛൻ ആ എങ്ങനെ കുഴപ്പമില്ല എനിക്ക് വേണ്ടി തീർച്ചയായിട്ടും പറയാം. നന്ദി. മോൻ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മോനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്? ഉണ്ടാകുമ്പം പറയും അതൊന്നും സാരമില്ല, പ്രശ്നം ഉണ്ടെങ്കിലും ഒക്കെ സഹോദരങ്ങളോട് തല്ലുകൊടുത്തോ? നല്ലതും കൊണ്ടില്ല, ഇയാളെ ആരും തരുള്ളൂ. പൊതുവെ ഇദ്ദേഹത്തിന്റെ ഒരു നല്ല ഗുണവും ഒരു ചീത്ത ഗുണവും അദ്ദേഹത്തിന്റെ നല്ല ഗുണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നമ്മളെ പ്രദോഷിക്കുമായിരുന്നു ചെറുപ്പത്തിൽ. കുഞ്ഞായിരിക്കും നല്ലൊരു 5 വയസ്സ് മുതൽ പ്രദോഷിക്കുമായിരുന്നു ഇങ്ങോട്ട്. ഞങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായ ഇന്നൊന്നും അറിവില്ല, അറിവില്ലാന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഓ ശരിയാണ്, അതൊന്നും പാടില്ല എന്നൊക്കെ എന്നോട് പറയും. പിന്നീട് നമ്മളെത്തരം മനസ്സിലാക്കി വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ അതില്ല. പിന്നെ അദ്ദേഹം ഈ കൊറോണയ്ക്ക് ശേഷം ഈ മൊബൈലും ടി വിയൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ആ സമയം മുതൽ പിന്നെ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ തീർത്തും മൊബൈലൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നീരസമുണ്ടോ? അതിന്റെ ചെറുതായിട്ടുണ്ട്. അത് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊടുക്കും പഠിക്കുന്ന കാര്യത്തിന്. തിരിച്ചു മേടിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും, പിന്നീടൊക്കെ മാറും. ഈ പറഞ്ഞൊക്കെ അച്ഛൻ so at least he accepted. That is good. See, that is very good about a person. അപ്പോൾ നമ്മളൊരു എന്നെ കുറിച്ച് ഒരാളൊരു തെറ്റോ അല്ലെങ്കിൽ മോശം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് നന്നാകാനുള്ള ഒരു അവസരമാണ്. അച്ഛൻ പറയുന്നത് മോനിപ്പോൾ എഗ്രി ചെയ്യുമ്പോൾ തന്നെ 50% യു ഹാവ് ഡിസൈഡഡ് ടു ഇംപ്രൂവ് യുവർസെൽഫ്. ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. അപ്പോൾ അതായിരിക്കണം തീർച്ചയായിട്ടും. ഈ 100% ശരിയായിട്ടുള്ള ഒരു മനുഷ്യൻ ലോകത്ത് ദൈവത്തിന് പോലും തെറ്റ് പറ്റിയിട്ടുണ്ട്. ദൈവത്തിന് നമ്മളെ പോലെ എന്നത് പഠിച്ചു കിട്ടത്തില്ല. അപ്പോൾ തീർച്ചയായും നമ്മളുടെ നന്മയെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഉപദേശിക്കുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം.
പിന്നെ നമ്മൾ സ്വീകരിക്കുകയായിരിക്കും. പക്ഷെ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇപ്പൊ അച്ഛനോട് ദേഷ്യം തോന്നും. അത് തോന്നി എല്ലാവർക്കും പോകാൻ ഇന്നത്തെ നന്ദി പറയണം എല്ലാവരോടും. നന്ദി ആരോട് പറയാം? എല്ലാവരോടും നന്ദിയുള്ളവരാകുക. ഇന്നത്തെ സെഷൻ എൻ്റെ പേര് ദിലീപ്. സാറിൻ്റെ പേര് ഞാൻ ഇവിടെ മാലിന്യ വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. സെൻ്റ് പീറ്റ് സാറുമായിട്ട് 2006 തൊട്ട് കുട്ടിയെ അറിയില്ല മാഡം. ഇങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് വളരെ നല്ലതാണ്. കാരണം നമ്മളെപ്പോഴും ഒരു ചെറിയ ലോകം തുടങ്ങിക്കൂടുന്നു പലപ്പോഴും. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ശരിക്കും 12 ദിവസത്തോളം വർക്കിംഗ് ആണ്, 6 days. മോൻ്റെ കാര്യങ്ങൾ ചോദിച്ചത് തന്നെ ഞാനത് മറ്റുള്ളവർ പറയട്ടെ നോക്കുന്നു. രണ്ട് കാര്യം ഇതൊന്നും പറഞ്ഞിട്ട് പഠിക്കാൻ നല്ല പോകാറ് കോളേജാണ്. പിന്നെ ഭയങ്കര ചൂടാണ്. പലപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ ഇവരോട് മാർക്ക് ചോദിച്ചു അച്ഛൻ എത്ര മാർക്ക് കിട്ടുന്നത് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ അന്ന് ഒബ്സർവ് ചെയ്താണ് എൻ്റെ കപ്പാസിറ്റി. അപ്പം പിന്നെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഈ കോവിഡിന് ശേഷം കുറേ മൊബൈൽ അഡിക്ഷൻ വന്നിട്ടുണ്ട്. വഴക്ക് പറയാതെ ഓരോരുത്തരൊക്കെ മാറ്റി വെക്കുന്നത്. പിന്നെ ഒരു ഫുട്ബോളറാണ്, പ്രൊഫഷണൽ. അപ്പം എൻ്റെ ഒരു സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് എപ്പോഴും വേണം. എന്നാലേ നമ്മൾ ഉറപ്പാകത്തുള്ളൂ. റിഫ്രഷ്മെന്റ് ഇവിടെ പറഞ്ഞതിലോട്ട് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഈ സമയത്ത് നമുക്ക് പഠിക്കാം. കാരണം ഞാനിപ്പം ഇപ്പോഴും ഞാൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പേജെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ സബ്ജക്റ്റ് ഒരു വർഷത്തിലെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാമെന്നുണ്ട്. ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് കുട്ടികളും ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡോപ്റ്റ് ചെയ്യും. അത് നമ്മൾ മനഃപൂർവ്വം ആരെങ്കിലും ചെയ്യേണ്ട. അവരെന്താണെന്ന് വെച്ചാൽ അവരായിക്കോട്ടെ. പക്ഷെ നമ്മൾ എങ്ങനെയാണോ ഒരു ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ അവരെ കൊണ്ടുവരണം. അത് നമ്മളൊരു മോഡലായിട്ട് നിൽക്കുക. അത് ഇങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് കൊണ്ടുവരട്ടെ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തെറ്റോ ശരിയോ ഒന്നുമില്ല. അത് തെറ്റും ശരിയും ഇന്നെൻ്റെ തെറ്റ് നാളെ ശരിയാകാം, അത് വേറെ ആളെയാകാം. അതൊക്കെ വളരെ നേച്ചറിൻ്റെ പ്രിൻസിപ്പിളാണ്. പിന്നെ അധികം അറിയില്ലാതെ മുന്നോട്ട് പോകാം ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും അവരുടെ പേര് വന്നിട്ട് സാറ്, സാർ, സുരേഷ് സാർ, എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. താങ്ക് യു. നിറഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഇന്നത്തെ ഈ ഒരു പ്രഭാതം, ഈ ഉച്ച സമയമായിരിക്കുന്നു. ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കാൻ, ഒരുപാട് എല്ലാവരെയും കാണാനും സാധിച്ചു. അല്ലെങ്കിൽ ഇന്നത്തെ ഫ്രൈഡേ നമ്മൾ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ തന്നെ 10 മണി വരെയാവും. അപ്പോൾ ഇതൊരു ഗ്രേറ്റ് ഡേ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. പിന്നെ നമ്മുടെ കുട്ടികളെയും മാതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സെക്ഷനായിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഡോക്ടർ പ്രീതി മാഡം അവിടെ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റൊക്കെ കേട്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് പെട്ടെന്ന് അവരൊരു ബോറിങ് ഇതിലേക്ക് പോകും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കുട്ടികളിൽ നമ്മൾ വളർത്തുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ കണ്ടുവരുന്നൊരു ഇതാണ്. പക്ഷേ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലേ ജി സാറിൻ്റെ ക്ലാസ്സുകൾ അത് വളരെ എന്താ പറയുക, കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷമാണ് തുടക്കത്തിൽ കിട്ടിയത്. അതിനുശേഷം സുനിൽ സാറിൻ്റെ ക്ലാസ്സൊക്കെ കുട്ടികളിൽ ഒരു വിഷനും ഒരു മിഷനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രചോദനം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ ഡോക്ടർ പ്രീതി മാഡത്തിൻ്റെ ക്ലാസ്, മാഡം കുട്ടികളെ ഒരു സ്ഥലത്ത് ഇരുത്തി കേൾപ്പിക്കാതെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഗംഭീരമായ ഒരു ക്ലാസ്സാണ് സമ്മാനിച്ചത്. അതുപോലെ തന്നെ ദിലീപ് സാറിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ സാറിൻ്റെ ക്ലാസ് എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെയൊക്കെ ഇടയ്ക്ക് സാറ് ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറയാറുണ്ട്. അതുപോലത്തെ ഗ്രേറ്റ് ക്ലാസ്സാണ് സാറ് നമുക്ക് തരുന്നത്. അപ്പം എല്ലാവരോടും പറയാനുള്ളത് എന്താ പറയുക, അറിവുള്ളവരാകുക എന്നതിനപ്പുറം നമ്മൾ നന്ദിയുള്ളവരാകുക എന്നുകൂടി നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഗുരുക്കന്മാരുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദേവദർശനം ചൊല്ലിയാണ് നമ്മളിത് ഈ ഇൻട്രാക്ഷൻ സെക്ഷൻ ആരംഭിച്ചത്. അപ്പോൾ അതിലൂടെ നമ്മൾ നന്ദിയുള്ളവരാകുക എന്ന് പറയുന്നതോടൊപ്പം ഇവിടെ വന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഇത് പഠിച്ച്
മനനം ചെയ്ത് നമുക്കെല്ലാവർക്കും ഇത്രയും സമയം ഇവിടെ തന്ന ഓരോ ദിലീപ് സാറ്, സുനിൽ സാറ്, റജി സാറ്, ഡോക്ടർ കെ.ഡി. മങ്ങാട്ട്, പ്രസാദേട്ടൻ, അതുപോലെ തന്നെ ഈ ഇൻട്രാക്ഷൻ സെക്ഷൻസ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുരേഷ് ചേട്ടൻ, അങ്ങനെ എല്ലാവർക്കും, നിങ്ങൾ ഓരോ കുട്ടികൾക്കും നിങ്ങൾക്ക് ഇത്രയും സമയം ഇവിടെ വന്നിരിക്കാനും ഇതൊക്കെ കേൾക്കാനും, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഉറങ്ങിയാൽ മതി, ഫോൺ കണ്ടാൽ മതി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നിങ്ങളും ഇവിടെ വന്നിരുന്ന് നിങ്ങളുടെ സമയം കൊണ്ട് തന്നു. ഓരോ കുട്ടികളും ഇൻഡിവിജ്വൽസ് ആണെന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം തന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതായത് അത് ഈ അവസരത്തിൽ പറയുകയാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കൃതി തന്നെയുണ്ട്, പിണ്ടനന്ദി എന്ന് പറയുന്ന ഒരു കൃതി. അതായത് ഗർഭത്തിൽ വെച്ച് പിണ്ടത്തിനോട് നന്ദി പറയുന്ന ഒരു കൃതിയാണ്. ഗുരു പറയുന്നുണ്ട് നന്ദിയുള്ളവരാകുക, അറിവെന്ന് പറയുന്ന കൃതി തന്നിട്ടുണ്ട്, അറിവുള്ളവരാകുക. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് നമ്മളെല്ലാവരും ഇത്തിരിയെങ്കിലും അറിവ്, അല്ലെ, അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ, പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ സ്പെൻഡായി പോകും. അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു പെർമനന്റ് സമ്പാദ്യമായി നമ്മുടെ ജീവിതത്തിൽ മാറാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ അറിവിൻ്റെ ക്ലാസ് ഇവിടെ പകർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എനിക്ക് സമയം കുറച്ച് എക്സിക്യൂട്ട് ആയിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ സെഷൻ അത് വളരെ ഇംപ്രസീവ് ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ അഡ്വക്കേറ്റ് സാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രജി സാറ് ഏറ്റെടുത്തു. രജി സാർ പഠിപ്പിച്ച പല കാര്യങ്ങളും ഇവിടുന്ന് പ്രസന്റേഷൻ വെച്ച് ചെയ്തു. ആൾ ഇന്ററാക്റ്റീവായിട്ട് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തു. എസ്പെഷ്യലി എനിക്കത് ടേക്ക് ഹോം ആയിട്ട് തോന്നിയത്, നമ്മുടെ എന്തെങ്കിലും നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടു ടേക്ക് ഹോം ഒരു മെസ്സേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോറിലേക്ക് എഴുതുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സുനിൽ സാർ പറഞ്ഞ DTM സുനിൽ സാർ പറഞ്ഞ ഒരു ടാഗ് ലൈൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു ടാഗ് ലൈൻ അതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടാഗ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്, വേറെ താനിരിക്കുന്നതോട് താൻ കയറിയിരുന്നെങ്കിൽ വേറെ അത് കയറിയിരിക്കുന്നതൊക്കെ പറഞ്ഞൊരു ഡയലോഗ് അതുപോലെ സംഭവിക്കും. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മളത് അനുവർത്തിക്കണം. അതുപോലെ തന്നെ നമ്മളത് ഒരു ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുപോകണം. അതൊരു കോർ ഇഷ്യൂ ആയിട്ട് കൊടുക്കണം. പിന്നെ ലാസ്റ്റിൽ ദിലീപ് സാർ നമ്മൾ പറഞ്ഞത്, പലപ്പോഴും നമുക്കറിയാം, പല കാര്യങ്ങളും നമുക്കറിയാം, പക്ഷെ നമുക്കറിയാം, പക്ഷെ നമ്മൾ പ്രാവർത്തികമാക്കില്ല. അപ്പൊ ആ പ്രാവർത്തികമാക്കാനാണ് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒരാൾ തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടെ, എനിക്ക് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഇപ്പൊ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ചിലപ്പോൾ ഞാൻ പറയുന്ന രീതിയിലാവില്ല, ചിലപ്പോൾ DTM ദിലീപ് സാറ് അവസാനം കൊണ്ടുവന്നെത്തിയ, അപ്പൊ പിന്നെ ഞാനത് പറയാൻ നിന്നില്ല. പക്ഷെ അവസാനം സാറ് കൊണ്ടുവന്നെത്തിച്ച് നല്ലൊരു എക്സ്പ്ലനേഷൻ ആയി. അപ്പൊ ഇതെല്ലാം ഒരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇതുപോലുള്ള ഇന്ററാക്റ്റീവ് സെഷനുകളും ഇതുപോലുള്ള ഒരു സെഷനും നന്നായിട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഡോക്ടർ PV നമുക്ക് എങ്ങനെയാണ് ഒരു ബ്രെയിൻ ഉപയോഗിക്കേണ്ടത്, അതിന്റെ ചില ടിപ്സുകൾ അത് നമ്മൾ പലപ്പോഴും, ഞാനത് പലപ്പോഴും പല സെഷനുകളിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില പോയിന്റ്സുകൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരാം. അപ്പൊ അതിന്റെ ചില ടിപ്സുകൾ ഡോക്ടർ കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. അതിൽ നന്ദിയുണ്ട്. അപ്പോൾ ഓവറോൾ സെഷൻ വളരെ നന്നായിരുന്നു. താങ്ക് യു ഫോർ എവരിതിങ്.